ഇത് തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി ഗ്രാമം. ഇവിടെയാണ് അലക്സ് എന്ന് വിളിപ്പേരുള്ള ചെറിയാൻ പി തോമസിന്റെ 6 ഏക്കർ കൃഷിഭൂമി. വളരെ വ്യത്യസ്തമായ ബഹുവിള കൃഷിയുടെ പരീക്ഷണം മൂലം ഇന്നിവിടെ പച്ചപ്പണിഞ്ഞു നിൽക്കുന്നത് 300ഓളം ജാതി, 500 തെങ്ങ്, 700 കമുക്, 1000-ലേറെ വിവിധ വർഗങ്ങളിലുള്ള വാഴകൾ, മാംഗോസ്റ്റീൻ, ചേമ്പ്, ചേന, പലയിനം പ്ലാവ്, കൈതച്ചക്ക, റംബൂട്ടാൻ എന്നിവയാണ്. ഈ കർഷകന്റെ കാർഷിക നേട്ടങ്ങൾക്കുള്ള കാരണം പാരമ്പര്യ കൃഷിയെ മുറുകെ പിടിച്ചത് മാത്രമല്ല, അതോടൊപ്പം തന്റേതായ വ്യത്യസ്ത പരീക്ഷണങ്ങളുടെ വിജയം കൂടിയാണ്. പാരമ്പര്യമായി കിട്ടിയ നിലത്തിൽ അച്ഛനിൽ നിന്നും അമ്മാവനിൽ നിന്നും നേടിയ അറിവുകൾ അതുപോലെ പകർത്താൻ ഈ കർഷകന് കഴിഞ്ഞു. ചെറുപ്പം മുതലേ കൃഷി വലിയ ഇഷ്ടമാണ്. വളരെ ചെറുപ്പം തൊട്ട് മൃഗങ്ങൾ, അതുപോലെ കൃഷി, വളരെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കൊണ്ടു നടക്കും. ഞാൻ പറമ്പിൽ പൂർവികമായിട്ട് എല്ലാവർക്കും കൃഷിയാണ് ആയിരുന്നു. ഇപ്പോൾ അത് പിന്തുടർന്ന് പോരുന്നു. എല്ലാ വക പഴവർഗ്ഗങ്ങളും എൻ്റെ പറമ്പിലുണ്ട്. അതുപോലെ ജാതി, 45 വർഷമുള്ള ജാതി, മാംഗോസ്റ്റി 45, അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ഇത് പുറം ലോകം അറിയത്തില്ലായിരുന്നു. ഇപ്പം വളരെ അടുത്ത സുഹൃത്തുക്കൾ ഇങ്ങനെ ആക്കി വന്നിരിക്കുന്നു. എല്ലാ തരം 10-400 തെങ്ങ്, അതുപോലെ കമുക്, കുരുമുളക്, എല്ലാ മരങ്ങളും എൻ്റെ പറമ്പിലുണ്ട്. വളരെ നല്ല രീതിയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ പണിക്കാരുടെ കൂടെ കൃഷി ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നു. ഇന്ന് ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ നിന്നും ലഭിക്കുന്ന 65 കിലോഗ്രാം ഭാരമുള്ള ചക്ക, 800 ഗ്രാം തൂക്കമുള്ള ജാതിക്ക, കൂടുതൽ കായ്ഫലമുള്ള വാഴക്കുലകൾ എല്ലാം തന്നെ അലക്സിന്റെ കൃഷിരീതിയെ മറ്റു കൃഷിക്കാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. അലക്സിന്റെ കൃഷിഭ്രമം ആരംഭിക്കുന്നത് നന്നേ ചെറുപ്പകാലം മുതലാണ്. കുട്ടിക്കാലത്ത് തന്നെ പയർവിത്ത് നട്ടും പയർ വിളവെടുത്തും ആ ബാലൻ കൃഷി അറിവുകളിലൂടെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കുകയായിരുന്നു. കൂട്ടുകാർ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി ഉയരങ്ങൾ എത്തിപ്പിടിക്കുമ്പോൾ അലക്സ് കണ്ടെത്തിയ ഉപജീവന മാർഗം കൃഷിയായിരുന്നു. അങ്ങനെയാണ് അലക്സ് എന്ന ഈ കർഷകൻ തന്റെ കൃഷിയെ വൈവിധ്യമുള്ളതാക്കി തീർത്തു. ഒരിഞ്ച് ഭൂമി പോലും പാഴാക്കി കളയാതെ എന്നും വിളവെടുക്കാവുന്ന തരത്തിലുള്ള കൃഷി ഇനങ്ങളാണ് അലക്സ് ഇവിടെ പരീക്ഷിച്ചത്. എനിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. എൻ്റെ പിതാവ് ഒരു മാർഗ്ഗങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് പ്രകാരമാണ് ഞാൻ കൃഷി കൊണ്ടു നടക്കുന്നത്. എൻ്റെ അതുപോലെ അമ്മാവൻ മരങ്ങളോട് പോയി സംസാരിക്കും, അതിനെ തല്ലും, ചിലപ്പോൾ വടിയെടുത്തിട്ട് അടിക്കും. അതൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും വളരെ അത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താ ഈ ജാതി ഇങ്ങനെ കായ്ക്കുന്നത്. അത് ഞാനിങ്ങനെ പിന്തുടർന്ന് പോയിരുന്നു. പല ഇതിലായിട്ട് ജാതിയൊക്കെ നന്നായിട്ട് കായ്ക്കും. അതിന് കാരണമെന്ന് വെച്ചാൽ അമ്മാവനിങ്ങനെ ചോദിക്കും, ഒരു മരത്തിൽ കായില്ലല്ലോ, അതെന്താ കുറവ്, ഈ വർഷം എന്താ കുറവെന്നൊക്കെ മരത്തിനോട് ചോദിക്കും. അപ്പം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടത്. അപ്പം ഞാൻ അത് തന്നെ ചെയ്യും. ഈ വർഷം ആ മരത്തെ കുറവാണെങ്കിൽ എന്താ ആ കുറവ്, വളരെ കുറവ്. അത് നമ്മളോട് സംസാരിക്കുന്ന മാതിരി ഒരു ജീവനുള്ള സാധനം അത് നമ്മളോട് തന്നെ. ഇപ്പം ഞാനിപ്പോൾ മ്യൂസിക് സിസ്റ്റം മുഴുവൻ എല്ലായിടത്തും ഇടാൻ പോകും. ഇതുപോലെ പാട്ട് കേട്ടിട്ട് അതിൽ ഓരോന്നിങ്ങനെ അമ്മാവൻ്റെ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇതൊക്കെ കൃഷി കാര്യങ്ങൾ ഒത്തിരി കണ്ടുപഠിച്ചിട്ടുള്ള വളരെ ചെറുപ്പം തൊട്ടേ കണ്ടുപഠിച്ചിരിക്കുന്നത്. അതുപോലെ എനിക്കിപ്പോഴും പലരും എന്നോട് ചോദിക്കും, എന്താ ജാതി, ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ, നിൻ്റെ പറമ്പിൽ നിറച്ച് കായ. ഇതൊക്കെ ഈ അമ്മാവൻ എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഞാൻ ചെറുപ്പം തൊട്ട് പയറൊക്കെ കൃഷി ചെയ്യും. വളരെ കുഞ്ഞായിരുന്നു തൊട്ട് വളരെയൊക്കെ സ്വന്തമായിട്ട്, ഇപ്പം ഇത്രയും ഭൂമിയുള്ളപ്പം സ്വന്തമായിട്ട് വാഴ വെക്കും ചെറുപ്പത്തിൽ. എനിക്ക് 10-15 പണിക്കാരൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ അതൊന്നും നോക്കാണ്ട് സ്വന്തമായിട്ട് കുഴി കുത്തി 10-100 വാഴയൊക്കെ അന്ന് തൊട്ട് വെക്കും. അതിൻ്റെ ആദായ ഈൽഡ് ഞാൻ എടുക്കും. അങ്ങനെ തന്നെ വളരെ ക്രേസാണ് അന്ന് തൊട്ട് എനിക്ക് പല കാര്യങ്ങളിലും. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞാലിപ്പൂവൻ, രസകദളി, ഏത്തൻ, കൂമ്പില്ലാക്കണ്ണൻ, കദളി, ചെങ്കദളി തുടങ്ങി എല്ലാ ഇനം നാടൻ വാഴകളാലും സമൃദ്ധമാണ് അലക്സിന്റെ വാഴത്തോട്ടം. വാഴകൃഷിയിലും തന്റേതായ പ്രത്യേക രീതികൾ തന്നെ ഈ കർഷകൻ പിന്തുടരുന്നുണ്ട്. വാഴക്കുല പുറത്തു വന്ന് വിരിഞ്ഞു തുടങ്ങിയാൽ
കുലയുടെ നേരെ എതിർവശത്തുള്ള കന്നിനെ മാത്രമേ വളരാൻ അനുവദിക്കുകയുള്ളൂ. ബാക്കിയുള്ളവ ഇളക്കി മാറ്റും. കുല വെട്ടുമ്പോൾ വളരാൻ അനുവദിച്ച കന്നിന് 3 മാസത്തിലേറെ പ്രായമായിരിക്കും. മാതൃവാഴത്തട അതുപോലെ നിലനിർത്തും. അതിൽ നിന്നും പോഷകാംശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കന്ന് വളർന്ന് കരുത്തു നേടുന്നു. വാഴയ്ക്ക് ഊന്നു നൽകുന്നതിനേക്കാൾ ഈ കർഷകന് പ്രിയം അവയെ അടുത്തുള്ള വാഴയോട് വലിച്ചു കിട്ടുന്നതിലാണ്. ഇങ്ങനെ ഭാരമേറിയ കുലകളുള്ള വാഴകളെല്ലാം തന്നെ കയറിനാൽ പരസ്പരം ബന്ധിക്കപ്പെടുന്നത് വഴി ശക്തമായ കാറ്റിനെ പ്രതിരോധിക്കാൻ കഴിയും. പീച്ചി ഡാമിന്റെ കൈവഴിയായ മണലിപ്പുഴ ആറിന്റെ തീരത്താണ് അലക്സിന്റെ വാഴത്തോട്ടം. അതിനാൽ ജലസേചനത്തിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ കർഷകന് നേരിടേണ്ടി വരുന്നില്ല. പാണഞ്ചേരി കൃഷിഭവനുമായി ചേർന്ന് സ്പ്രിംഗ്ലർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയാണ് അലക്സ് പിന്തുടരുന്നത്. തന്റെ 6 ഏക്കർ മുഴുവനും പരസ്പരം ട്യൂബുകളാൽ ബന്ധിപ്പിക്കുകയും ഓരോ 3 മണിക്കൂർ ഇടവിട്ട് മണലിപ്പുഴ ആറിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് സ്പ്രിംഗ്ലർ വഴി ജലലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു. വെള്ളം നനയ്ക്കുന്നതിനുള്ള അനാവശ്യ സമയവും പ്രയത്നവും ലാഭിക്കാനും എല്ലായിടത്തും കൃത്യമായുള്ള ജലലഭ്യത ഉറപ്പാക്കാനും സഹായിക്കുന്നു. വാഴയുടെ കൃഷിരീതികളെ പറ്റി പറയുകയാണെങ്കിൽ വാഴയിൽ ഏകദേശം ഒരുവിധപ്പെട്ട എല്ലാ വെറൈറ്റികളും ഇവിടെ വളർത്തുന്നുണ്ട്. അത് വളരെ മനോഹരമായ രീതിയിൽ ഈ ജൈവവളം മാത്രം കൊടുത്തുകൊണ്ട് ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ തന്നെ ഇത്രയും നല്ല വിളവ് കിട്ടുന്നുണ്ട്. ഒപ്പം വരുമാനവും അതിനനുസരിച്ചിട്ടുള്ള വരുമാനവും കിട്ടുന്നുണ്ട്. കവുങ്ങും കുരുമുളക് തെങ്ങ് പൊതുവെ എല്ലായിടത്തെയും പോലെ കുറച്ച് മറ്റേ കാറ്റുവീഴ്ചയൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇതിൻ്റെ ഒപ്പമുള്ള ആ രീതികൾ അനുവർത്തിക്കുന്നത് കൊണ്ട് അതിനും വലിയ ദോഷങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. കവുങ്ങിനും കുരുമുളകിനും ഒക്കെ തന്നെ ഇതുപോലെ തന്നെ ജൈവാധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് രോഗകീടബാധകൾ കുറവാണ്. പിന്നീട് പൊതുവെ കർഷകർക്ക് ഇദ്ദേഹത്തിൻ്റെ കൃഷിരീതികളെ പറ്റി പറയുകയാണെങ്കിൽ സബ്സിഡി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കൃഷിരീതിയല്ല. രാസവളത്തിനും കൃഷിഭവനുകളിൽ സബ്സിഡിക്കായിട്ട് ഇദ്ദേഹം അധികം വന്നിട്ടുണ്ടെന്നുള്ളത് അറിയുന്നില്ല. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു തനത് രീതിയാണ് അദ്ദേഹം അനുവർത്തിക്കുക. അതിൽ ജൈവ വളങ്ങൾ, മണ്ണ് സംരക്ഷണ പരിപാടികൾ, ജലസേചനം ഇതൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് കൃഷി വളരെ ആദായകരമാക്കിയിട്ട് രാസവള പ്രയോഗം ഒഴിവാക്കിക്കൊണ്ട് കൃഷി ആദായകരമാക്കുക എന്നുള്ളതിന് ഒരു ഉത്തമ തോട്ടമാണിത്. പൊതുവെ എല്ലാ വിളകളും സമ്മിശ്രമായ രീതിയിൽ കൃഷി ചെയ്താൽ, അതായത് ബഹുവിള തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒന്നിൽ നിന്നുള്ള വരുമാനത്തെ മാത്രം ആശ്രയിക്കാതെ മിക്സ്ഡായിട്ട് എല്ലാം കൂടെ ചേർത്തുകൊണ്ട് കൃഷി വളരെയധികം ആദായകരമാക്കി കൊണ്ടുപോകുന്ന ഒരു കർഷകനാണ് ശ്രീ ചെറിയാൻ ബി തോമസ്. അദ്ദേഹത്തിൻ്റെ കൃഷിരീതികളും ഈ തോട്ടവും കണ്ടാൽ തന്നെ അത് മനസ്സിലാകാവുന്നതാണ്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ പ്രയോഗം അതുമൂലം നമ്മുടെ മണ്ണ് നശിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പരമ്പരാഗതമായി കിട്ടിയ ആ മണ്ണിനെ അതിൻ്റെ ഒരു ദിവ്യത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ മണ്ണ് ഒരു പുതിയ തലമുറയ്ക്ക് സാധാരണ നമ്മൾ കൈമാറുമ്പോൾ മോശപ്പെട്ട രീതിയിലാണ് എല്ലാവരും കൊടുക്കുന്നത്. അതിനകത്ത് മാക്സിമം എല്ലാ കാര്യങ്ങളും ഊറ്റിയെടുത്തുകൊണ്ട് ഒരു മൃതപ്രായമായ മണ്ണ് ആണ് ഒരു പുതിയ തലമുറയ്ക്ക് സാധാരണക്കാർ കൈമാറുക. അതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന് കിട്ടിയ മുതൽ അതിൻ്റെ ഇരട്ടി സമ്പുഷ്ടീകരിച്ചുകൊണ്ട് അദ്ദേഹം അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്ന ഒരു വലിയ കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് ഒരു വലിയ മാതൃക തന്നെയാണ്. രാസവളങ്ങൾ പാടെ അകറ്റിക്കൊണ്ടുള്ള കൃഷിരീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. ആട്ടിൻകാഷ്ടം, ചാണകം, പിണ്ണാക്ക്, എല്ലുപൊടി തുടങ്ങിയ വളങ്ങളാണ് പ്രധാനമായും അലക്സ് ഉപയോഗിക്കുന്നത്. ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും തൻ്റെ പറമ്പിൽ പുതുമണ്ണ് ലോറിയിൽ കൊണ്ടിറക്കി വളവുമായി ചേർത്ത് കൃഷിഭൂമിയിൽ നിറയ്ക്കാറുണ്ട് ഈ കർഷകൻ. ഇങ്ങനെ കോരിത്തട്ടുന്ന പുതുമണ്ണിലാണ് അടുത്ത കൃഷി ആരംഭിക്കുന്നത്. ഇത് മണ്ണിന്റെ പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ ഇടയ്ക്കിടെ മണ്ണ് കോരിത്തട്ടുന്നതിനാൽ മണ്ണിൽ വളരുന്ന കളകളെ നശിപ്പിച്ച്
അവയെ മണ്ണിൽ തന്നെ വളമാക്കി മാറ്റാനും കഴിയുന്നു. ഓരോ ചെടിക്കും അതിന് ആവശ്യമായ വളം ആവശ്യമുള്ള സമയത്ത് തന്നെ കൃത്യമായി നൽകുന്നതാണ് തൻ്റെ വിജയമെന്ന് അലക്സ് പറയുന്നു. 2014 ചിങ്ങം 1 കർഷക ദിനത്തോടനുബന്ധിച്ച് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ സമ്മിശ്ര കർഷകനുള്ള അവാർഡ് ദാനം നമ്മുടെ കൃഷി ഓഫീസർ അടക്കമുള്ള കമ്മിറ്റി അംഗങ്ങൾ വന്ന് പല അപേക്ഷകൾ ലഭിച്ചുവെങ്കിലും അതിൽ സമ്മിശ്ര കർഷകനുള്ള അവാർഡ് ലഭിക്കാൻ ഭാഗ്യം കിട്ടിയത് എൻ്റെ വാർഡിലെ ഈ അലക്സേട്ടൻ എന്ന വ്യക്തിക്കാണ്. ഇതിനു മുമ്പ് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പറമ്പിൽ നിന്ന് 65 കിലോ തൂക്കമുള്ള ഒരു ചക്ക ഉണ്ടാകുകയുണ്ടായി. അന്ന് അലക്സേട്ടനെ വിളിച്ചു, മെമ്പർ വരണം, അങ്ങനെ പുരയിടത്തിൽ ഇത്ര വലിയൊരു ചക്ക കിട്ടിയിട്ടുണ്ട്, അത് ഞാനിങ്ങനെ വീട്ടിൽ വെച്ചിരിക്കുകയാണ്, അപ്പോൾ മെമ്പർ വന്നതൊന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാനും ഹസ്ബൻഡും കൂടി വരികയും ആ ചക്ക കാണാൻ അനവധി പേര് ആ ചക്ക കാണുവാനായിട്ട് വരികയും ചെയ്തു. അന്നാണ് ഞാൻ ശരിക്കും ഈ അലക്സേട്ടൻ ഒരു യഥാർത്ഥ കർഷകനാണ്. അലക്സേട്ടനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതോ ഒരു കോടീശ്വരനായിട്ടുള്ള ഒരു മനോഭാവമായിരുന്നു അലക്സേട്ടനെ കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അലക്സേട്ടനെ കുറിച്ച് കൂടുതൽ ഈ ചക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അറിയുവാനായിട്ട് സാധിച്ചത് ഈ അലക്സേട്ടൻ 8 മണി മുതൽ 5 മണി വരെ സ്വന്തം പറമ്പിൽ പണിക്കാരോടൊപ്പം പണിയെടുക്കുന്ന ഒരു കർഷകനാണെന്നുള്ളത് എനിക്ക് അറിയപ്പെടുവാനായിട്ട് സാധിച്ചു. അതിന് അങ്ങനെ പഞ്ചായത്ത് മുഖേന പേപ്പറിൽ പരസ്യം കൊടുക്കുകയും അലക്സേട്ടൻ പഞ്ചായത്തിൽ കൃഷി ഓഫീസിൽ അപേക്ഷ കൊടുക്കുകയും അങ്ങനെ കൃഷി ഓഫീസറും അടക്കമുള്ള പ്രതിനിധികൾ ഇവിടെ വന്ന് പല വാർഡുകളിലെ പല കർഷകരെ പോയി കണ്ടുവെങ്കിലും സമ്മിശ്ര കർഷകനുള്ള അവാർഡിന് യോഗ്യൻ അലക്സേട്ടനാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും അതിന് പ്രകാരം എൻ്റെ വാർഡിൽ നിന്ന് അലക്സേട്ടനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അമിത ഭാരമുള്ള വാഴക്കുലകൾ ലഭിക്കുന്നതിൻ്റെ രഹസ്യം തേടി കൃഷിഭവൻ പ്രവർത്തകരും കാർഷിക വിദ്യാർത്ഥികളും നാട്ടുകാരും ഇടയ്ക്കിടെ ഇവിടം സന്ദർശിക്കാറുണ്ട്. അവർക്കെല്ലാം തൻ്റെ കൃഷിരീതികൾ അത്യുത്സാഹത്തോടെ അലക്സ് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. എല്ലാ വാഴ ഇനങ്ങളും പരസ്പരം ഇടകലർത്തി നടുന്ന രീതിയാണ് ഈ കർഷകൻ പിന്തുടരുന്നത്. ഇതുമൂലം ഒരേ വാഴയെ ബാധിക്കുന്ന കീടങ്ങളെ അകറ്റാൻ സാധിക്കും. അങ്ങനെ തൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായി എല്ലാ ദിവസവും വാഴക്കുലകൾ വിപണിയിലെത്തിക്കാൻ ഈ കർഷകന് കഴിയുന്നു. വാഴകൃഷിയോടൊപ്പം തന്നെ നാടനും അല്ലാത്തതുമായ 500ഓളം തെങ്ങുകളും 700ഓളം കമുകും ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു. ഓരോ വിളവെടുപ്പിലും പുതുമണ്ണും വളവും കോരിയിട്ടുള്ള പരീക്ഷണത്തിൽ വിളയിക്കുന്ന അടയ്ക്കയ്ക്കും തേങ്ങയ്ക്കും ആവശ്യക്കാർ അനവധിയാണ്. കേരളത്തിലെ അടയ്ക്ക കർഷകർ മഞ്ഞളിപ്പും മഹാളി രോഗവും കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ തനിക്ക് സ്വായത്തമായ പാരമ്പര്യ കൃഷിരീതിയിലൂടെ അടയ്ക്കയെയും മികച്ച ഉപജീവന മാർഗമാക്കാൻ ഈ കർഷകന് കഴിയുന്നുണ്ട്. ഏക്കർ കണക്കിന് കിടക്കുന്ന സ്ഥലത്ത് അദ്ദേഹം കൃഷി ചെയ്യുന്നത് വെറും ജാതിയോ അല്ലെങ്കിൽ തെങ്ങോ കവുങ്ങോ മാത്രമല്ല, നിരവധി പഴവർഗ്ഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫാമിൽ അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പറമ്പിൽ 2 കൊല്ലം കൊണ്ട് നിലത്ത് മുട്ടി നിൽക്കുന്ന തേങ്ങകൾ ഉണ്ടാവുന്ന നാളികേരങ്ങൾ വിളയിക്കുന്നു. അതുപോലെ തന്നെ 50, 60, 70 വർഷം പഴക്കമുള്ള ജാതികൾ വിളയുന്നു. അതുപോലെ തന്നെ ഇന്ന് വളരെ 350 രൂപ, 400 രൂപ, 450 രൂപ വിലയുള്ള മാംഗോസ്റ്റി പോലെയുള്ള പഴവർഗ്ഗങ്ങൾ വിളയിക്കുന്നു. അതുപോലെ തന്നെ നിരവധി തരം 10-14 തരം പ്ലാവുകൾ വിളയിക്കുന്നു. അതുപോലെ തന്നെ കവുങ്ങ്, അതുപോലെ നിരവധി വിരലിൽ എണ്ണാൻ കഴിയാത്തത്ര മാത്രം പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ മറ്റ് പച്ചക്കറികളും കയ്പ, വെണ്ട, പാവൽ, കപ്പ, അങ്ങനെ നിരവധി പച്ചക്കറി ഐറ്റംസുകളും അദ്ദേഹത്തിൻ്റെ ഈ പറമ്പിൽ വളരുന്നു. അടയ്ക്ക കൃഷിയുടെ ഇടവിളകളായി ഒട്ടുജാതി, വാഴ, ഔഷധ സസ്യങ്ങൾ, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു. ഈ രീതി അവലംബിച്ചതിലൂടെ തോട്ടത്തിലെ ഈർപ്പത്തിന്റെ അളവ് നിലനിർത്താൻ സാധിക്കുന്നു. മാത്രവുമല്ല, ഈ ഇടവിളകളുടെ വിളവെടുപ്പിന് ശേഷം പുതുമണ്ണ് കോരിത്തട്ടുന്ന വേളയിൽ കമുകിന് പുതയിടുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഒരു കൃഷി മറ്റൊരു കൃഷിക്ക് സഹായകമാകുന്ന രീതിയിലാണ് അലക്സിന്റെ കൃഷിത്തോട്ടം സജ്ജമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 60 കിലോ തൂക്കമുള്ള ചക്ക
അതിനെക്കുറിച്ച് പത്രങ്ങളിലൊക്കെ പടം വന്നപ്പോൾ കൃഷിശാസ്ത്രജ്ഞന്മാരും വിദ്യാർത്ഥികളും നിരവധി പേർ ഈ തോട്ടം സന്ദർശിക്കാനായിട്ട് വരികയുണ്ടായി. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു ചക്കയിൽ മാത്രം ഒതുങ്ങുന്ന അത്ഭുത വിളകളല്ല ഇവിടെയുള്ളത്. ഇവിടുത്തെ വാഴകൾ നോക്കിയാലും അതുപോലെ കടച്ചക്ക നോക്കിയാലും അതുപോലെ ഇവിടെ വിളയുന്ന മറ്റ് ഓരോ വിളവുകൾ പരിശോധിച്ച് നോക്കിയാലും അതിൻ്റെയൊക്കെ മേന്മ മറ്റൊരു പറമ്പുകളിലും കാണാൻ കഴിയാത്ത അത്രയും മൂല്യവത്താണ് എന്ന തിരിച്ചറിവാണ് ഇവിടെ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ പരിശ്രമം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പരിശ്രമം ഈ കൃഷിയെ അദ്ദേഹം ഒരു തൊഴിലായി മാത്രമല്ല ഒരു ഉപാസനയായി കൂടെ അംഗീകരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാട്ടിലെവിടെയുള്ള പുതിയ ഇനം കൃഷിരീതികളെയും അത് പഠിച്ച് പ്രാവർത്തികമാക്കാൻ അദ്ദേഹം കാണിക്കുന്ന ശുഷ്കാന്തി ഈ കാർഷിക മേഖലയ്ക്ക് വലിയ ഗുണപ്രദമാണ്. ഇവിടെ നിരവധി തരത്തിലുള്ള കപ്പ, അതുപോലെ നിരവധി തരത്തിലുള്ള വാഴ, അങ്ങനെ ഓരോ ഇനങ്ങളും അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പല കൃഷിയിടങ്ങളിൽ നിന്നും കണ്ടെത്തി ശേഖരിച്ച് കൊണ്ടുവരാൻ അദ്ദേഹം പ്രത്യേക ശുഷ്കാന്തി കാണിക്കുന്നു. അനേകം മയിലുകൾ, കുരങ്ങ്, കാട്ടുകോഴി ഇതെല്ലാം ഉണ്ട്. അത് വന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ പോകുന്നു. അത് നമ്മളെ ശല്യമൊന്നും ചെയ്യുന്നില്ല. അത് സ്ഥിരമായിട്ട് അവർക്ക് പേടിയില്ല. എന്നെ കണ്ടാൽ അടുത്ത് വന്ന് അങ്ങനെ പോകും. വളരെ നല്ലൊരു രസമാണ്. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാം, വേണമെങ്കിൽ ഇതെല്ലാം നമുക്ക് കാണാം. ഈ 10-16 എണ്ണം ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് ഭയങ്കര രസമാണ് ഈ തോട്ടത്തിൽ. അത് സേഫാന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ ഇവിടെ വരുന്നത്. അതല്ലാണ്ട് നമ്മളത് ഉപദ്രവിക്കുകയോ ഒന്നും ഇല്ല. പുറത്തുനിന്ന് വരുന്നത് അത് വന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ ഇന്ന് വരെ ഒരു ശല്യം ചെയ്തിട്ടില്ല. അത് പല ഇനം പക്ഷികൾ, ഒത്തിരി ഇനം പക്ഷികൾ, നല്ല പക്ഷികൾ. അതിവിടെ ഞാനവിടെ കിടക്കുമ്പോൾ ഇതിൻ്റെ പാട്ട് കേട്ടോണ്ടാണ് ഇവിടെ കിടക്കുന്നത്. പല ഇതിൽ ഭയങ്കര നല്ലൊരു അനുഭവമാണ്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമ്പൂർണ്ണ ജൈവ കൃഷി ലക്ഷ്യമിട്ട് ജൈവ കാർഷിക മണ്ഡലം പദ്ധതി. തുറസായ സ്ഥലങ്ങളിൽ പച്ചക്കറി കൃഷി വ്യാപനം ലക്ഷ്യമിട്ട് വെജിറ്റബിൾ ഇനിഷ്യേറ്റീവ് ഫോർ അർബൻ ക്ലസ്റ്റേഴ്സ്. വിശദമായ വാർത്തകളിലേക്ക്. സമ്പൂർണ്ണ ജൈവ കൃഷി സംസ്ഥാനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സംസ്ഥാനത്തെ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ജൈവ കാർഷിക മണ്ഡലം പദ്ധതി നടപ്പാക്കുന്നു. ഇതിനായി ഓരോ നിയോജക മണ്ഡലത്തിനും അനുയോജ്യമായ പ്രോജക്റ്റുകൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ആലോചിച്ച് കണ്ടെത്തും. ജനപ്രതിനിധികൾ, കർഷകർ എന്നിവരെ ഉൾപ്പെടുത്തി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തും. സമ്പൂർണ്ണ ജൈവ കാർഷിക മണ്ഡലം യാഥാർത്ഥ്യമാകുമ്പോൾ ഏറ്റവും മികച്ച 3 ജൈവ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾക്കും 1 മണ്ഡലത്തിലെ മികച്ച 3 പഞ്ചായത്തുകൾക്കും അവാർഡുകൾ നൽകും. കൃഷി വകുപ്പിന്റെ പന്തളത്തുള്ള കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിൽ രാസവസ്തുക്കൾ ചേർക്കാത്ത ജൈവ ശർക്കര വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കിലോയ്ക്ക് 70 രൂപയാണ് വില. വിശദവിവരങ്ങൾക്ക് 0473 425 2500. എല്ലാ ജില്ലകളിലെയും തുറസായ സ്ഥലത്ത് പച്ചക്കറി കൃഷി വ്യാപനത്തിന് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ വെജിറ്റബിൾ ഇനിഷ്യേറ്റീവ് ഫോർ അർബൻ ക്ലസ്റ്റേഴ്സ് പദ്ധതി നടപ്പാക്കുന്നു. സങ്കര പച്ചക്കറി കൃഷിക്ക് ഹെക്ടർ 1-ന് 20,000 രൂപയും പാക്ക് ഹൌസുകൾ നിർമ്മിക്കാൻ 4 ലക്ഷം രൂപയും ചില്ലറ വിൽപ്പനശാലയൊരുക്കാൻ 5.25 ലക്ഷം രൂപയും സഞ്ചരിക്കുന്ന വിൽപ്പനശാലയ്ക്ക് 50,000 രൂപയും സഹായം നൽകും. കർഷകർ, സ്വയം സഹായ സംഘങ്ങൾ, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ എന്നിവയെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിനു പുറമെ ഇടുക്കി ജില്ലയിലെ വട്ടവട പഞ്ചായത്തിൽപ്പെട്ട സാമ്യാരലക്കുടി, കുടല്ലാക്കുടി കോളനികളിൽ ശീതകാല പച്ചക്കറികളുടെ വ്യാപനത്തിന് 64 ലക്ഷം രൂപയുടെ പദ്ധതിയും നടപ്പാക്കും. RKVY പദ്ധതി പ്രകാരം 2014-15 സാമ്പത്തിക വർഷം മികച്ച പച്ചക്കറി തൈകളുടെ വിതരണത്തിന് കൃഷിവകുപ്പ് 400 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നു.
ജനപ്രതിനിധികൾ, പുരോഗമന കർഷകർ, റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ, വീട്ടമ്മമാർ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാർ ഇതര സംഘടനകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാകും പദ്ധതി നടപ്പാക്കുക. കൃഷിഭവനുകൾ മുഖേന നടപ്പാക്കുന്ന ഈ പദ്ധതിക്ക് ആവശ്യമായ തൈകൾ കൃഷിവകുപ്പിന്റെ ഫാമുകൾ, ഹൈടെക് നഴ്സറികൾ, കാർഷിക സർവകലാശാല, VFPCK എന്നിവ വഴി ലഭ്യമാക്കും. റബ്ബർ ആവർത്തന കൃഷിക്കും പുതുകൃഷിക്കും ധനസഹായത്തിന് റബ്ബർ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. 2014 കൃഷി ചെയ്തതോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ ആയ സ്ഥലത്തിന്റെ ഏകദേശ സ്കെച്ചിന്റെയും അപേക്ഷയുടെയും 2 കോപ്പി വീതം ബന്ധപ്പെട്ട റീജിയണൽ ഓഫീസിൽ ഡിസംബർ 31 മുൻപ് ലഭിക്കണം. കേരളത്തിലും കന്യാകുമാരി ജില്ലയിലും 5 ഹെക്ടറിൽ കുറയാതെ റബ്ബർ കൃഷിയുള്ളവർക്ക് പരമാവധി 2 ഹെക്ടറിന് വരെ ധനസഹായം ലഭിക്കും. ഹെക്ടർ ഒന്നിന് 25,000 രൂപയാണ് സഹായം. വിശദവിവരങ്ങൾക്ക് www.rubberboard.org.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 14,700 രൂപ, കോഴിക്കോട് 16,000 രൂപ, തൃശൂർ 14,750 രൂപ, കൊപ്ര കൊച്ചി 9,850 രൂപ, കോഴിക്കോട് 10,500, തൃശൂർ 9,905. കുരുമുളക് അൺഗാർബിൾഡ് 68,500, കുരുമുളക് ഗാർബിൾഡ് 71,500. ചുക്ക് മീഡിയം 21,000, ചുക്ക് ബെസ്റ്റ് 23,000, മഞ്ഞൾ സേലം 6,700, ഈറോഡ് 7,000, അടയ്ക്ക പുതിയത് 21,500 22,500 മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 11,700 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,000 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 11,700 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,100 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 14,700 രൂപ, കൊപ്ര 9,850 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 68,500, കുരുമുളക് ഗാർബിൾഡ് 71,500. ചുക്ക് മീഡിയം 21,000, ചുക്ക് ബെസ്റ്റ് 23,000, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 21,500 22,500 മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250 280 മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 450 480 മധ്യേ. ജാതിപത്രി 750 800 മധ്യേ. ഗ്രാമ്പു 980. റബ്ബർ RSS 5 ഗ്രേഡ് 11,700 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,000 രൂപ, ഒട്ടുപാൽ 8,000, ലാറ്റക്സ് 7,500 രൂപ. കമ്പോള അവലോകനം. വ്യവസായ ഡിമാൻഡ് മങ്ങിയത് റബ്ബർ മാർക്കറ്റിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. കൊച്ചി, കോട്ടയം വിപണികളിൽ ഷീറ്റിന്റെ ലഭ്യത ഉയർന്ന സാഹചര്യത്തിൽ വ്യവസായികൾ രംഗത്ത് സജീവമായാൽ മാത്രമേ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാവൂ. 4 ഗ്രേഡ് കിലോ 120 ഇടിഞ്ഞു. കാർഷിക മേഖലകളിൽ നിന്നുള്ള കുരുമുളക് നീക്കം കുറവാണെങ്കിലും ആഭ്യന്തര വ്യാപാരികൾ വൻവിലയ്ക്ക് ചരക്ക് സംഭരിക്കാൻ ഉത്സാഹിച്ചില്ല. ചില കയറ്റുമതിക്കാർ നേരത്തെ ഉറപ്പിച്ച വിദേശ കച്ചവടങ്ങൾ മുൻനിർത്തി കുരുമുളക് ശേഖരിച്ചു. ഏലക്ക കർഷകർ പുതിയ ചരക്ക് നീക്കം നിയന്ത്രിച്ചിട്ടും അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നിരക്ക് മെച്ചപ്പെട്ടില്ല. ശാന്തൻപാറയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനം 944 രൂപയിൽ കൈമാറി. ഏലക്ക അവധി നിരക്ക് കിലോ 25 രൂപ ഇന്നിടിഞ്ഞു. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 100 രൂപ ഉയർന്ന് 14,700 വ്യാപാരം അവസാനിച്ചത്. കൊപ്ര 9,850 രൂപയായി. തൃശൂരും നിരക്ക് മെച്ചപ്പെട്ടു. അതേസമയം കോഴിക്കോട് എണ്ണവിലയിൽ മാറ്റമില്ല. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.6 23.9, കൊച്ചി 31.6 23.6, ആലപ്പുഴ 30.8 23.6, പുനലൂർ 31 21.5, തിരുവനന്തപുരം 30 22.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.